എന്തോന്ന് എംബയിലെടുക്ക 2 മണിയായി. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹലോ, വെൽക്കം ബാക്ക് ടു താരൂസ് വ്ലോഗ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് ഗൈസ്. ഇന്നാണ് ക്രിസ്മസ്. ഇപ്പൊ ടൈം 12:25 ആയിട്ടുണ്ട്. നമ്മുടെ ഈ ക്രിസ്മസിന് ഒരു പ്രത്യേകതയുണ്ട്, പക്ഷെ അത് എന്താണെന്ന് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നില്ല. അപ്പൊ ഇവിടെ ജിബിൻ ചേട്ടനുണ്ട്, എന്നെ ട്രോളുവാണേ. നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് യൂട്യൂബർ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് യൂട്യൂബർ ആണ് കേട്ടോ. പേര് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ജിപ്സി ട്രെയിൽസ്. വെൽക്കം ടു താരൂസ് കിച്ചൺ. നോട്ട് താരൂസ് കിച്ചൺ, താരൂസ് വ്ലോഗ്. അയ്യോ, താരൂസ് വ്ലോഗ്. സവാള ഗിരി 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 ഗിരി. കണ്ണ് കാന്തണം അമ്മ. ഉള്ളി പൊളിച്ച് തുടങ്ങാം, ബാക്കി അമ്മ ചെയ്തോ. അമ്മ ഈ കണ്ണ് നീറണില്ലേ? എനിക്ക് ശരിക്കും നീറി തുടങ്ങി. ഇല്ല, ക്യാമറയ്ക്ക് വേണ്ട, വീഡിയോക്ക്. ഉള്ളി ഉള്ളി ഞാൻ അതാ കൈ. നമ്മളിവിടെ കുക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ചേട്ടൻ ടൊമാറ്റോ വെട്ടുന്നുണ്ട്, അമ്മ ഉള്ളി കഴിയണം. താരു സാറ് വിടുന്നുണ്ട്. അല്ലല്ല, ഞാൻ ടെസ്റ്റ് ചെയ്യണം. എക്സ്പേർട്ടായിട്ട് നമുക്ക് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, അത് മാത്രമേ ഒരു വഴിയുള്ളൂ അല്ലേടാ? അങ്ങനെ ഇന്ന ജോലി ഇന്നവർക്ക് ചെയ്യാവുന്നൊന്നുമില്ല, എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. കണ്ടോ, എല്ലാരും ഒരുപോലെ തന്നെയുള്ള ഫുഡ് കഴിക്കണം. അപ്പൊ ആണുങ്ങൾക്ക് ഇന്ന ജോലി, പെണ്ണുങ്ങൾക്ക് ഇന്ന ജോലി എന്നൊന്നുമില്ല. കയ്യിലിരിക്കുന്ന സാധനത്തിന്റെ പേരെന്തോ? ക്യാബേജ്. ആ കണ്ടോ, ഇപ്പോഴാണ് പഠിച്ചത് ഇതൊക്കെ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അമ്മ എപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ അമ്മ എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചേ? ആ, അത് കല്യാണം കഴിയും. നാളത്തേക്കുള്ള എല്ലാം ഏകദേശം അരിഞ്ഞാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ അവിടെ വെക്കുവാണ്. ജോ, നമ്മളിപ്പോ എവിടെ പോണേ? എന്തോന്ന്? എംബയിലെടുക്കാൻ. എന്നെ കണ്ടോടെ ജോ, എനിക്കൊന്നും. നമ്മളിപ്പോ ഞാൻ പറയട്ടുന്നില്ല. അപ്പൊ നമുക്കൊരു എംബയില വേണം, അതെടുക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുവാണേ. ഇപ്പൊ സമയം എത്രയായി ജോ? 2 മണിയായി. അപ്പൊ ഇറച്ചിയുടെ മെയിൻ മേസരി ഇതാ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇച്ചിരി ഗ്യാപ്പ് വന്നപ്പോൾ ഉറങ്ങി കേട്ടോ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞല്ലേ ജോ? 6 മണി കഴിഞ്ഞു. ജോയുടെ പാരൻസിന് ചർച്ചിൽ പോകണം. അപ്പോൾ അവരൊക്കെ നേരത്തെ എണീറ്റ് പോയി. ഞങ്ങളിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കൊരു 10 മണിയാകുമ്പോൾ ഇവിടെ എല്ലാം റെഡി ആക്കണം. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലാണേ. എൻ്റെയും ജോയുടെയും കുറച്ച് നാളത്തെ ആഗ്രഹമാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത്. അത് നമുക്ക് പറയണ്ടേ അല്ലേ? പറയുന്നില്ല, നമുക്ക് എന്തായാലും കാണാം. നമുക്കാദ്യമേ കേക്ക് പാക്ക് ചെയ്തിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കിയാം. അപ്പോൾ ഇതങ്ങ് മാറിയിരിക്കും, ഒഴിഞ്ഞിരിക്കുമല്ലോ. നമുക്കിത് ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ അല്ലേ ഫുഡ്? നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഇവിടെയാണേ ഫുഡ്. വൈകിട്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണേ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.
ഞങ്ങൾ പോവാനായിട്ട് റെഡി ആവുകയാണേ. എൻ്റെ ഹെൽത്ത് ഒക്കെ അല്ലാത്തതുകൊണ്ട് ടാബ്ലറ്റ് എടുത്തിട്ടാട്ടോ പോകുന്നേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സിറ്റിയിലോട്ട് പോവുകയാണ്. ഡെയിലി ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇച്ചിരി ആൾക്കാരെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നായിരുന്നു നമുക്കിതിൻ്റെ മോട്ടീവ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒത്തിരി അല്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഉറപ്പായിട്ടും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്നറിയോ. പുള്ളിക്കാരൻ അപ്പം തന്നെ മേടിച്ചു, അവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നു. ഒരുപാട് ഹാപ്പിയാണല്ലേ. നല്ല വെയിലല്ലേ. ഞങ്ങളുടെ നിന്ന് ഏകദേശം പോയിട്ടാ. ഞങ്ങൾ കൊടുക്കുന്നത് എടുക്കുന്നില്ലാന്നേ ഉള്ളൂ. അത് ശരിയല്ലല്ലോ. എന്തായാലും ഇത് കാണുന്ന മാക്സിമം ആൾക്കാർ ചെയ്യാട്ടോ. നമുക്കത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് മനസ്സിൽ തട്ടിയുള്ള സന്തോഷമാണ്. ആ സന്തോഷം ഞങ്ങളിപ്പോൾ ശരിക്കും എന്താ പറയുക, ശരിക്കും അനുഭവിക്കുന്നുണ്ട് അല്ലേ ജോ? ഗൈസ്, ഞങ്ങളിപ്പോൾ വേളി എത്തി. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ ആരെയും കാണാനില്ല കേട്ടോ. നല്ല വെയിലല്ലേ. മക്കളെ ബിരിയാണിയാണ്. ചോറ് ഹാപ്പി ക്രിസ്മസ് അമ്മ. ഏതാ സ്ഥലം ജോ? സ്ഥലം വേളി. ഓക്കെ ഓക്കെ. ഇച്ചിരി ഇവിടെ ബാക്കിയുണ്ട്, ബാലൻസ് കുറച്ചുണ്ട്. അപ്പം അതിവിടെ തീരും എന്നാണ് തോന്നുന്നത്. നോക്കാം. ഞങ്ങളിപ്പോൾ കണ്ടത് കുറച്ച് മാലാഖ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവർ നമുക്ക് ടാറ്റയൊക്കെ തന്നാ വിട്ടെ. നല്ല വെയിലാണ് ഗൈസ്. ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡെല്ലാം തീർന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരാം. ഗൈസ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല വെയിലാണ്. മാത്രമല്ല എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെയും അല്ല. സോ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ എത്തി. ഇപ്പോൾ ടൈം 1:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ആയിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ഹായ് വിനിച്ചേട്ടാ. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഇച്ചാപ്പി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണത്തിലിരിക്കുവാ പുള്ളിക്കാരി. ബാക്കി എല്ലാവരെയും കണ്ടായിരുന്നു, ഷ്യാമു ആൻറ്റിയെ മാത്രം കണ്ടില്ല. സോ ഷ്യാമു ആൻറ്റിയെ തപ്പി ഞാൻ കിച്ചണിലോട്ട് പോവാണ്. ഇത് ഇവിടെ ഫൈനലി ഞാൻ അന്വേഷിച്ച് നടന്ന ആളെ കിട്ടിയിട്ടുണ്ട്. ഷ്യാമു ആൻറ്റി. ആൻറ്റിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. സോ ആൻറ്റി മേക്കപ്പിലായിരുന്നു കേട്ടോ. അതാ ഇത്ര നേരം ഞങ്ങൾ കാണാത്ത. ശരി ആൻറ്റി, ടാറ്റ. പ്രോത്സാഹിപ്പിക്കണ ഒരേ ഒരു വ്യക്തിയുള്ളൂ ചേട്ടാ. ഇല്ലേ വിൻ ചേട്ടാ? എന്റെ വ്ളോഗൊക്കെ കാണൂലേ? താരുവിന്റെ അടുത്ത് മിണ്ടാത്തെന്താ? ആദ്യം ഇങ്ങനെയാ ചെറിയ ഉരുളാക്കണം. ഓക്കെ. അതിന്റെ മൂക്ക് മുകളിലെല്ലാം നീണ്ടു കിടക്കണം. മൂക്ക് ഇങ്ങനെയോ? എങ്ങനെയാ? ഇങ്ങനെ ഗണപതിക്ക് മൂക്കില്ലേ? എനിക്കറിയില്ല. ഗണപതിക്ക് മൂക്കുണ്ടോ? ഉണ്ട്. എങ്ങനെ?
ഇസയാണേ നമുക്ക് പറഞ്ഞു തരുന്നേ, എനിക്കറിയാൻ മേല കേട്ടോ. പൊളിഞ്ഞു പൊളിഞ്ഞു വന്നു. നമുക്ക് പൊളിയാതെ ഉണ്ടാക്കാന്നേ. നമ്മൾ ചപ്പാത്തിയാണോ ഉണ്ടാക്കുന്നത്? പിന്നെ ഗണപതി കല്ലക്കുഞ്ഞിക്കാലം കുഞ്ഞിക്കോയ്ക്ക് അരമണിയിലുമണി തിന്നെ മുഖമൊതിച്ച കറി താരം എനിക്ക് തന്നു. എന്റെ ദർശന സാവല്യമ്മ സർവലോകർക്കും നന്മേണം താൻ എഫ്രേദിന്റെ നാരിലൊരാരോമൻ കുഞ്ഞു പിറന്നയോ. പാടില്ല പാടി. ഇനി ഗണപതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്യിലാരാ? ഗണപതി. ആര് പോവാതെ യെസ് ഗൈസ്, നമ്മളിപ്പോൾ എത്തിയേക്കുന്ന മാർത്താണ്ഡം CSI ചർച്ചിലാണ്. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, കാണാനും അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ക്രിസ്മസ്. ആരാ? ഹായ് വര. ഹായ്. അപ്പ പറഞ്ഞ് അമ്മയും പറഞ്ഞ് അവിടെ പൊട്ടിക്കളിക്കണം. ഞങ്ങൾ ഇറങ്ങാൻ ടൈം ആയപ്പോഴാണ് കേട്ടോ ചേച്ചിയും വിനിച്ചേട്ടനും ഇസയായിട്ട് വന്നത്. അപ്പൊ ഞങ്ങൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇപ്പൊ ടൈം 11:30 ആയി. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് കുടിച്ചു. ഇനി വേറെ പരിപാടീസ് ഒന്നുമില്ല, നേരെ വീട്ടിലോട്ടാണ്. എന്തായാലും 2024 ക്രിസ്മസ് ഡേ എനിക്കൊരു മെമ്മറബിൾ ഡേ തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്താന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫിൽ ഞാനെടുത്ത ഡിസിഷൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഇന്ന് ഫുൾ തിരക്കായിരുന്നത് കൊണ്ട് തന്നെ നല്ല ടയേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷായി സ്കിൻ കെയർ ചെയ്തു, ഇനി ഉറക്കമാണ്. അപ്പോൾ ഗൈസ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് subscribe. Good night.